السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. സർവധരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഫിഖ്ഹുൽ അഖ്ലിയാത്ത്, മതത്തിൽ പരിഷ്കരണം കൊണ്ടുവരുന്ന ഒരു സമീപനമാണ്. അക്ഷരാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സമൂഹത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം തികച്ചും ഭിന്നമായ സാഹചര്യത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലല്ല ഉള്ളതെന്നും ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ മാറ്റിയെഴുതൽ അനിവാര്യമാണെന്നും അത്തരമൊരു വാദമാണ് ഫിഖ്ഹുൽ അഖ്ലിയാത്ത് മുന്നോട്ട് വെക്കുന്നത്. 1960 കാലഘട്ടത്തിൽ യൂറോപ്പ് കൗൺസിൽ ഫോർ ഫത്വ ആൻഡ് റിസർച്ച് എന്ന ഒരു സംഘടനയാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു വാദം ഉന്നയിക്കുന്നത്. പൂർവകാലത്തെ പണ്ഡിതന്മാർ പരിശുദ്ധ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചത് ആ കാലഘട്ടത്തിലെ ആ സമൂഹത്തിലുള്ള ആളുകൾക്ക് മാത്രം ഉതകുന്ന രീതിയിലാണെന്നും എല്ലാ പ്രദേശങ്ങളുടെയും എല്ലാ ദേശങ്ങളിലും താമസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അതിനെ പിന്തുടർന്നു പോവുക സാധ്യമല്ലെന്നും അവർ ഉന്നയിക്കുകയുണ്ടായി. യൂസുഫുൽ കർലാവിയെ പോലത്തെ, തോഹ ജാബിറുൽ അൻവാരിയെ പോലെയുള്ള ആളുകൾ ഇത്തരം വാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ഇതിലുള്ള അപകടങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ സുന്നി പണ്ഡിതന്മാർ വളരെ ശക്തമായിട്ട് എതിർക്കുന്ന സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട്. ഓരോ നാടിൻ്റെയും അവസ്ഥക്കനുസരിച്ച് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ കീറിമുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഇസ്ലാം എന്ന ആശയത്തിനെ പൊളിച്ചെഴുതുന്ന രീതിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഫിഖ്ഹുൽ അഖ്ലിയാത്ത് എന്നത് അതിൻ്റെ മറവ് പിടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള ഇളവുകളെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമുണ്ട്. പ്രയാസമുള്ള ഘട്ടങ്ങളിൽ ഭക്ഷണം കിട്ടാതെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യങ്ങളിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള പന്നിയിറച്ചി മുന്നിലുണ്ടെങ്കിൽ അത് കഴിക്കാനുള്ള ഇളവ് ഇസ്ലാം വെച്ച് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഇസ്ലാം വെച്ച് നൽകുന്ന ഇളവുകളെ മതത്തിൻ്റെ നിയമങ്ങളാക്കി കൊണ്ടുവന്ന് എല്ലാ സമയത്തും ഉപയോഗിക്കാനുള്ള ഒരു വളച്ചൊടിക്കലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മദ്ഹബുകൾ വെച്ചിട്ടുള്ള അതിർവരമ്പുകളെ മറികടന്നുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാനും തങ്ങളുടെ ആശയത്തെ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാനുമുള്ള ശ്രമം കൂടെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടെന്ന് സുന്നി പണ്ഡിതന്മാർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മറ്റൊരു നിയമസംഹിതയുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കുക എന്നത് ഒരുപക്ഷെ ചെറിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം. പക്ഷേ അതിൻ്റെ പരിഹാരമെന്നത് മതത്തെ ഒഴിവാക്കുക എന്നതല്ല, ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പാടെ മാറ്റിമറിക്കുക എന്നതല്ല, മറിച്ച് അതിന് ഇസ്ലാം കൃത്യമായ ഇളവുകൾ വെച്ച് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ എത്രത്തോളം എന്നാൽ മനുഷ്യൻ്റെ ആവിർഭാവത്തോളം പഴക്കമുള്ള ഇസ്ലാം അത് പൂർത്തിയാകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയായിരുന്നു. അവിടുന്ന് അത് സ്വഹാബത്തിലേക്ക് പൂർണ്ണമായും കൈമാറുകയുണ്ടായി. എന്നാൽ
ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും സ്പഷ്ടമായി പറയാത്ത വിഷയങ്ങളിൽ അതിനെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് യോഗ്യരായ ആളുകൾക്ക് വ്യാഖ്യാനിക്കാനുള്ള അവസരമുണ്ട്. അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ വ്യാഖ്യാനിച്ച പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ അവർ കണ്ടെത്തിയത് മുഅ്തമിദായ അഭിപ്രായങ്ങളാണെങ്കിലും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അതിലെ കൗലുകൾ പിടിച്ച് അമൽ ചെയ്യാനുള്ള അനുമതി ഇസ്ലാം വെച്ച് നൽകുന്നുണ്ട്. മാത്രമല്ല, അതൊരു ലൈഫായ കൗലാണെങ്കിൽ പോലും ഫത്വ കൊടുക്കാൻ പറ്റില്ലെങ്കിലും സ്വന്തം ആവശ്യത്തിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ അമൽ ചെയ്യാനുള്ള വിശാലമായ കാഴ്ചപ്പാട് ഇസ്ലാം വെച്ച് നൽകുന്നുണ്ട്. അവിടെയും കഴിഞ്ഞില്ല, ഒരു മദ്ഹബിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത കർമ്മങ്ങളിൽ മറ്റൊരു മദ്ഹബിലേക്ക്, ഷാഫി മദ്ഹബിൽ നിന്ന് ഹനഫി മദ്ഹബിലേക്ക്, ഹംബലി മദ്ഹബിലേക്ക് മാറിയിട്ട് അമൽ ചെയ്യാനുമുള്ള അവസരം പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ ഒരു ഘട്ടത്തിൽ, ഒരു സാഹചര്യത്തിൽ മതത്തിൻ്റെ നിയമങ്ങളെ മാറ്റിമറിക്കേണ്ട ഒരു സാഹചര്യം എവിടെയും വരുന്നില്ല. മാത്രവുമല്ല, ന്യൂനപക്ഷങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടൊരു ഏകത രീതിയിലുള്ള നിയമങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെ മറ്റൊരു അപകടം എന്ന് പറയുന്നത് യൂറോപ്പിൽ ജീവിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട്, അമേരിക്കയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവരെല്ലാവരും ന്യൂനപക്ഷ സമുദായങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇവർക്കെല്ലാവർക്കും ഒറ്റ നിയമം കൊണ്ടുവന്നാൽ അവിടെയുള്ള അപകടം എല്ലാവരും അഡ്രസ് ചെയ്യുന്നത് വിവിധങ്ങളായ പ്രശ്നങ്ങളായിരിക്കും. ഒരു സ്ഥലത്ത് ജോലിയിൽ താടി വെക്കുന്നതിന് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടാകും. എന്നാൽ മറ്റൊരിടത്ത് ധാരണയിലായിരിക്കും പ്രശ്നമുണ്ടാകുക. ചിലയിടങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആരാധനകളെ പ്രകടമാക്കുന്നതിലാകും പ്രയാസങ്ങൾ ഉണ്ടാകുക. ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വ്യത്യസ്ത രീതിയിലുള്ളതായതിനാൽ ഇവർക്കെല്ലാവർക്കും ഒരു ഏകീകൃത നിയമ സംഹിത കൊണ്ടുവരുമ്പോൾ, ഒരു ന്യൂനപക്ഷ ഫിഖ്ഹിനെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ അപകടം നമുക്ക് കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധനാർത്ഥം അവിടുത്തെ അനുചരന്മാർ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അബ്സീനിയയിലേക്ക് പോയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങൾ, ന്യൂനപക്ഷ ജനങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള നിയമസംഹിത പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംഹിതയായിരുന്നില്ല. എന്നാൽ അവിടെ അവർ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നിയമങ്ങളെ മാറ്റി എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഏൽപ്പിച്ച നിയമങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ അമൽ ചെയ്യുകയാണ് സ്വഹാബത്ത് കാണിച്ചു തന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ ചിലപ്പോൾ ആര്യതായ കാര്യങ്ങൾ വരുമ്പോൾ ചില ഇളവുകൾക്ക് വേണ്ടിയിട്ട് പുതിയ ഫത്വകൾ ഉണ്ടാകാം. എന്നാൽ അത് എന്നത്തേക്കുമുള്ള നിയമങ്ങളായി കാണാതെ ആ സാഹചര്യങ്ങൾ, ആര്യതായ തടസ്സങ്ങൾ മാറുമ്പോൾ ആ ഇളവുകളും മാറ്റിയിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളിലേക്ക് തന്നെ, യഥാർത്ഥ ഇളവുകളില്ലാത്ത നിയമങ്ങൾ വെച്ച് തന്നെ അമൽ ചെയ്യേണ്ടതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഫിഖ് എന്ന് പറയുന്നത് ഖിയാമത്ത് നാൾ വരെ എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ ഫ്ലെക്സിബിളായിട്ടുള്ള ഇസ്ലാമിനെ, അതുപോലെയാണ് പണ്ഡിതന്മാർ കാണിച്ചു തന്നതും. മഹാനായ ഇബ്നു ഹജറിൻ്റെ ഫതാവൽ കുബ്ര എടുത്ത് നോക്കിയാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഓരോരുത്തർക്കും ഉതകുന്ന രീതിയിൽ ഇസ്ലാം മുന്നോട്ട് വെച്ച മദ്ഹബുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിച്ച് ഫത്വ കൊടുക്കുന്ന സാഹചര്യത്തിന് തെളിവായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും.
അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മതവിധികളെന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാനുള്ളതല്ല, മറിച്ച് ഓരോ സാഹചര്യത്തിൻ്റെയും മതവിധികൾ കണ്ടെത്താനുള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.